മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ ആ ഒരു അവസര സമത്വവും പുരുഷന്മാരുടെ അതീശത്വവും അല്ലേ, അതൊക്കെ കൂടിയുള്ള നമ്മുടെ വുമൻസ് മൂവ്മെൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മെൻ ആൻഡ് ഡെഫിനിഷൻസ്, ദെൻ ഫെമിനിസം അല്ലേ, ഫെമിനിസത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് മാസ്കുലിനിങ് ആൻഡ് ജെൻഡർ ഇൻ എവറിഡേ ലൈഫ്. എന്താണ് മാസ്കുലിനിറ്റി? ഓക്കെ, മാസ്കുലിനിറ്റി ആൻഡ് ജെൻഡർ ഇൻ എവറിഡേ ലൈഫ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ വുമൻസ് മൂവ്മെൻറ്റും ഇമ്പോർട്ടൻസ് ഓഫ് men and then definitions, understanding forms, implicit masculinity, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് നമുക്ക് ഇതിൽ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം. നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ ഇതിൽ പറയുന്നത് ആസ് എ ലിറ്റിൽ ഓഫ് യൂണിറ്റ് ഇൻഡിക്കേറ്റ്സ് ദ മെയിൻ എയിം ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫെമിലിയറി വിത്ത് ദി meaning of social construction of gender. It start with the explaining of meaning of social construction and understanding gender relation, culture, sex and force, participation, decision making, honor killing, nation of autonomy of freedom. അങ്ങനെ എല്ലാത്തിലും നമ്മൾ പുരുഷൻ്റെ ഒരു സ്ത്രീ ഒരു ലൈഫിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ എല്ലാ പകുതി അതിൻ്റെ അവകാശങ്ങളും സ്ത്രീകളും പുരുഷന്മാരും തുല്യ പങ്കാളിത്തം വഹിക്കുന്നതാണ് അതിൽ. സിമിലർലി ഇൻ ദ സെക്ഷൻ ഓഫ് ദ സെക്ഷൽ ഡിവിഷൻ ഓഫ് ലേബർ വി ഡിസ്കസ് ദ ജെൻഡർ ആൻഡ് അനാലിറ്റിക്കൽ ടൂൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഇനീക്വാലിറ്റീസ് വിച്ച് ആർ ഡിഫ്ലക്റ്റഡ് വേവ്സ് ഓഫ് ഹയറാർക്കിക്കേഷൻ ഓഫ് ടാസ്ക് അല്ലേ. ദെൻ ഇതിലെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ജെൻഡർ കൺസ്ട്രക്ഷൻ ഇൻ റിലേഷൻ ടു കൾച്ചർ ആൻഡ് ഓർഡർ ഇൻ സൊസൈറ്റി. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ജെൻഡർ കൺസ്ട്രക്ഷൻ, അതായത് പുരുഷ നിർമ്മിതി, കൺസ്ട്രക്ഷൻ ഇൻ റിലേഷൻ ടു കൾച്ചർ ആൻഡ് ഓർഡർ ഇൻ ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിൽ ഒരു പുരുഷൻ്റെ ഒരു കൺസ്ട്രക്ഷനിലെ എന്ത് ജെൻഡർ കൺസ്ട്രക്ഷൻ പുരുഷ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. Examine the implications of gender construction, relation of development, indicated sex aggregation, division of labor, decision making and socialization. സാമൂഹ്യ രൂപീകരണത്തിനും പുരുഷൻ്റെ ഒരു റോള് വളരെ മികച്ചതാണ്. എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് ദ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിലുള്ള ഡിഫറൻസ് എന്ത് തമ്മിലുള്ള ഡിഫറൻസ് റിലേഷൻഷിപ്പ് എന്തിൻ്റെ ബന്ധമാണ് പറയുന്നത്? ജെൻഡർ ആൻഡ് ദ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്. നമ്മുടെ സമൂഹത്തിലുള്ള പുരുഷന്മാരുടെ ആ ഒരു സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിലേക്കുള്ള സമൂഹത്തിലെ അറേഞ്ച്മെൻറ്റ്സിനും സാമൂഹിക പുരോഗതിക്കും വേണ്ടി പുരുഷന്മാരുടെ എത്രത്തോളം പങ്കുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. അനലൈസ് ദ നെസസറി ഫീച്ചേഴ്സ് ഓഫ് യൂണിവേഴ്സൽ പൊസിഷൻ ആൻഡ് ജെൻഡർ കൺസ്ട്രക്ഷൻ. നമ്മുടെ ലോകമെമ്പാടുമുള്ള ലോകത്തിൻ്റെ തന്നെ സാമൂഹിക പുനർനിർമ്മിതിക്ക് പുരുഷൻ്റെ റോള് നിർബന്ധമാണ്. സോഷ്യൽ കൺസ്ട്രക്ഷൻ ആൻഡ് ജെൻഡർ എന്താണ് അതിൽ പറഞ്ഞത്? വെരി ഓഫൺ സെഡ് ദാറ്റ് ദർ ഇസ് നോ സച്ച് തിങ് ആൻഡ് സോഷ്യൽ റിയാലിറ്റി. Further, the question is what are the social construction? Rejecting instinctively or good or bad categories, these are described the social construction. ഒരു സാമൂഹിക പുനർനിർമ്മിതിക്ക് എന്ത് നിർബന്ധമാണ്? സെക്സ് ആൻഡ് ജെൻഡർ. അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ. ദ ജെൻഡർ സ്റ്റാർട്ട്സ് വിത്ത് എക്സ്പ്ലെയിനിങ് ടു കൺസെപ്റ്റ്, ജെൻഡർ ആൻഡ് സെക്സ്. ജെൻഡർ അല്ലേ, അതായത് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ എന്നുള്ള ജെൻഡർ എന്നുള്ള ഒരു സംഭവം സെക്സുമായി രണ്ട് ഘടകങ്ങളാണ് സാമൂഹിക പുനർനിർമ്മിക്ക് ബേസിക് ആയിട്ട് വേണ്ടതെന്ന് പറയുന്നത്. ദസ് ടു ടേംസ് ബിയർ ഡിഫറെൻറ്റ് മീനിങ് ആസ് കൺസെപ്റ്റ്. ജെൻഡർ റെഫേഴ്സ് ഡിഫറൻസസ് ഓഫ് ഹയറാർക്കീസ് റാങ്കിങ് വിച്ച് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഫീമെയിൽ ആൻഡ് മെയിൽ. പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ജെൻഡർ എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻ കൾച്ചറൽ കൺസ്ട്രക്ഷൻ അസോസിയേറ്റഡ് വിത്ത് വേരിയസ് റോൾസ് ദാറ്റ് ആർ പ്ലേഡ് ബൈ വുമൺ ആൻഡ് മെൻ ഇൻ ദ സൊസൈറ്റി. വുമണും മാനും അതിൻ്റേതായ റോളാണ് സമൂഹത്തിൽ അവരുടേതായ റോൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് പേഴ്സണാലിറ്റീസാണ് വുമൺ ആൻഡ് മെൻ. And gender analysis, the acts of shaping women's behavior according to the normative order to the society. Gender as the conceptual tool is used in analyzing the structural relationship inequality existing between women and the men. അത് അവിടെ സാമൂഹിക അസമത്വത്തിലേക്കാൾ ഉപരി അതൊന്നും ഇല്ലാതെ ഒരേ തുല്യ പങ്കാളിത്തം വഹിക്കുന്ന പുരുഷനെയും സ്ത്രീയെയുമാണ് ആർക്ക് വേണ്ടത്? സമൂഹത്തിന് വേണ്ടതും. സാമൂഹിക കൺസ്ട്രക്ഷൻ, അതായത് സോഷ്യൽ കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതും. ഓക്കെ, then cultural construction of gender.
Gender is a complex phenomenon which is socially constructed and culturally determined. Culture can be described as network relationship of attaches the meaning of pattern living a particular community in a group. ഒരു സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ സംസ്കാരം, കൾച്ചർ എന്ന് പറയുന്ന ആ ഒരു ബേസിക് ആയി നമുക്ക് വേണ്ട സംഭവമാണ്. ആൻഡ് ദ കൾച്ചർ ഈസ് കവേഴ്സ് ഓൾമോസ്റ്റ് എവറി ഫേസസ് ഓഫ് ലൈഫ് ഇൻക്ലൂഡിങ് ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ. കൾച്ചർ എന്നത് നമ്മുടെ ജീവിതത്തിലെ എവറി പാർട്സിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും സെക്ഷനിലും കൾച്ചർ എന്ന വേർഡിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം cultural construction of gender likes about the construction of masculinity and femininity in the concept of socialization. Masculinity, എന്താണ് masculinity? This is very important to our society. Masculinity എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. masculinity and femininity എന്താണ്? ഫെമിനിസം നമുക്കറിയാം അല്ലേ, സ്ത്രീകൾക്ക് അവകാശ അധികാരം ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സെക്ഷൻ ഫെമിനിസം അല്ലെ, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയും. അതേപോലെ മസ്കുലിനിറ്റി വാട്ട് ഈസ് മസ്കുലിനിറ്റി in the context socialization? Individual acquires a gendered bodies of being feminine, masculine of the course of social development. ഇതെന്താണ്? സോഷ്യൽ ഡെവലപ്മെൻറ്റിന് അത്യാവശ്യമാണ്. സോഷ്യൽ ഡെവലപ്മെൻറ്റ്. Okay. Next, gender construction support the system of dominance. Gender categories never neutral or nor either equal. Gender as the system of unequal relations between women and men get manifest in the sphere of at work, production process, access to resource power and accepting the specific gender roles, sex segregation in the labor market. Gender construction and individual expression of gender. ജെൻഡർ സോഷ്യലൈസേഷൻ നമുക്ക് പഠിക്കാം. എന്താണ് ജെൻഡർ സോഷ്യൽ? അപ്പോൾ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ, ഫോംസ്, കോംപ്ലക്സ്. ജെൻഡർ സോഷ്യലൈസേഷൻ എന്താണ്? ജെൻഡർ സോഷ്യലൈസേഷൻ. Socialization is the process by which the child transforms into the social being by adhering to social values, norms and socially desired behavior. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച് വളർന്ന സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന കുറേ പാഠങ്ങളും വാല്യൂസും കോപ്പറേഷനും നമ്മുടെ എന്താ പറയുന്ന അങ്ങോട്ടുള്ള കെയറിങ്ങും സ്നേഹവും എല്ലാം ഒത്തിണങ്ങി ഒരു കുട്ടി സമൂഹത്തിലെ ഗുഡ് വാല്യൂസിന് ഗുഡ് മാനേഴ്സൊക്കെ വളർന്നു വരുന്ന ഒരു ഹ്യൂമൻ ബീങ് ആയി മാറുന്നു. അതാണ് എന്ത്? സാമൂഹികീകരണം. Socialization. And socialization means the woman's oppression of the larger context. Ainley Weiss argue that sex role of the understand the gender role, expressing the attribute of femininity of masculinity. അതായത് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് സ്ത്രീകൾ വളർന്നു വരുമ്പോൾ ചില കാര്യത്തിൽ സ്ത്രീകൾക്ക് എന്താണ് ചില നിയന്ത്രണങ്ങൾ വെക്കുന്നു. ഒരു സാധാരണ നോർമൽ ഒരു കുട്ടി വളർന്നു വരുന്നതിന് അത് ഫീമെയിൽ ആൻഡ് മെയിലിലേക്ക് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അതൊരു സ്ത്രീ പെൺകുട്ടിയാണെങ്കിൽ അവിടെ കുറേ കൺട്രോളുകളും കാര്യങ്ങളും കടന്നു വരുന്നു. ഫാമിലി ആൻഡ് പാരൻസ് ആർ സീൻ പ്രൈമറി ഏജൻസീസ് ഓഫ് ദോസ് വിത്ത് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ചിൽഡ്രൻ. ലൈക്ക് എന്തായാലും ഈ ഒരു കാറ്റഗറി മെയിൽ ആൻഡ് ഫീമെയിൽ എന്നൊരു ചിന്താഗതി സമൂഹത്തിൽ വരുമ്പോൾ തന്നെ അവിടെ ഒരു പ്രത്യേക വർഗീകരണം നടക്കുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് ഗേൾ ചൈൽഡ് എന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് ഗേൾഡ് ചൈൽഡ് എന്ന് എന്താണ്? ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ഗേൾ ചൈൽഡ് ഡിസ്കസ് ദ പ്രോസസ് ഓഫ് സോഷ്യലൈസിങ് എ ഗേൾ ചൈൽഡ് ഇൻ patriarchal society like India. This section highlights the content the girl faces the process of socializing herself to female and to process the woman and men produced gendered subject. These gendered subjects are created through the medium of language, rituals and ceremonies. അല്ലേ, നമ്മുടെ ഭാഷ കൊണ്ടും നമ്മുടെ ആഘോഷങ്ങൾ കൊണ്ടും നമ്മുടെ ഈ ഒരു ജീവിത രീതി എല്ലാം എന്താണ് ഈ ഒരു ജെൻഡർ മെയിൽ ആൻഡ് ഫീമെയിലേക്ക് മാറുമ്പോൾ രണ്ടും വേറെ രീതിയിലാണല്ലേ. സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ പുരുഷന്മാർക്ക് എന്തെങ്കിലും ആചാരക്രമത്തിലില്ല. Okay. Both mother and father share different roles in relation to the procreation in family. ഒരു ഫാദർ എന്ന് പറഞ്ഞാൽ പാരൻ്റ് ആവും. പാരൻസ് എന്ന് പറയുന്നത് മാതാപിതാക്കൾ. അതിൽ ആരുണ്ട്? മെയിലും ഫീമെയിലും അല്ലേ. ഫാദർ ആൻഡ് മദറും ഫാമിലിയിൽ ഒരേ റോളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിർവഹിക്കുന്നത്. And the child and the
natal home. Girl child and the natal home. The construction of femininity is a continuous and complex process in conveyed through the language, proverb and rituals. നമ്മുടെ ഭാഷയായാലും റിച്വൽസ് ആയാലും എന്താണ് നമ്മുടെ സാമൂഹിക നിർമ്മിതിയിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ദ കോണ്ടെക്സ്റ്റ് ഓഫ് നേച്ചർ ഫോം ബോത്ത് മാരീഡ് ആൻഡ് അൺമാരീഡ് ഡോട്ടേഴ്സ് വൈഡ്ലി യൂസ് ദ ഫോം ഓഫ് പ്രോവർബ് ഇൻ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. പണ്ട് കാലങ്ങളിലെ ശൈശവ വിവാഹം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടികളൊക്കെ കുഞ്ഞു പ്രായത്തിൽ വിവാഹം കഴിച്ചു പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ റിച്വൽസ്, അതൊക്കെ ഒരു റിച്ച് ആചാരക്രമങ്ങളായിരുന്നു. ദ കോണ്ടെക്സ്റ്റ് ഓഫ് നേറ്റൽ ഹോം ഓഫ് ബോത്ത് മാരീഡ് ആൻഡ് അൺമാരീഡ് ഡോട്ടേഴ്സ് ഈസ് വൈഡ്ലി യൂസ്ഡ് ടു ഫോം എ പ്രോവേർബ് ഇൻ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. ദ ഡിസയർ ഫോർ എ ബോയ് ചൈൽഡ് എക്സ്പ്രസ് ദ day conversation speech saying, for instance, parents who are having only daughters have perceived the situation where the future is back to are not having to buy support. Similarly, the parent home always referred to a temporary shelter for girls. ഗേൾസിന് എന്താണ്, കുടുംബത്തിലൊരു ടെമ്പററി ഷെൽട്ടർ മാത്രമാണ്. അതായത് വിവാഹം കഴിച്ച് കൊണ്ടുപോകുമല്ലോ ഗേൾസിനെ, അവർ താമസിക്കുന്ന വീട്ടിലല്ല അവർ മരണം വരെ താമസിക്കുക, അവർ വേറൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കപ്പെടും. അതായത് വിവാഹം കഴിഞ്ഞാൽ സ്ത്രീകൾ മറ്റു വീടുകളിലാണ് താമസിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. Girl child begins with a feeling of getting temporary membership at the parental place. അല്ലെ, ടെമ്പററി മെമ്പർഷിപ്പ് ആണ്. അതായത് പാരൻസിൻ്റെ കൂടെ താമസിക്കുന്നത് ടെമ്പററി ഇതൊരു പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ, ടെമ്പററി മെമ്പർഷിപ്പ്. ഓക്കെ, അത് നിങ്ങൾ എക്സാം എഴുതുമ്പം ഈ ഒരു വേർഡ് എഴുതണേ, ടെമ്പററി മെമ്പർഷിപ്പ്. ടെമ്പററി മെമ്പർഷിപ്പാണ് ഗേൾസിന്. കാരണം അവർ വിവാഹം കഴിഞ്ഞ് പോണത് കൊണ്ടാവാം അങ്ങനെ ഒരു ഇത് വന്നത്. ദെൻ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഓഫ് ദ ഗേൾ ചൈൽഡ് ഇൻവോൾവ്സ് കൾച്ചറൽ കൺസ്ട്രക്ഷൻ ഓഫ് ഫെമിനിറ്റി ഇൻ ദ പ്രീ and post-pubertal phase. The importance of premature puberty almost the girls has been the second of puberty phase. അതുകൊണ്ട് സ്ത്രീകൾ എന്താണ്, എന്തൊക്കെ പറഞ്ഞാലും ഒരു സബോർഡിനേറ്റ് അസിസ്റ്റൻ്റ് മോഡലിലാണ് സ്ത്രീകളുടെ മുന്നോട്ടുള്ള എങ്കിലും സ്ത്രീയും പുരുഷനും ഈ കാലഘട്ടത്തിൽ ഒരേ തരത്തിൽ തുല്യ പങ്കാളിത്തം വഹിക്കണമെന്നാണ്. ദെൻ പ്രാക്ടീസ് ഓഫ് സെക്സ് സെഗ്രിഗേഷൻ, അതായത് ഇസ് മോസ്റ്റ്ലി ഒബ്സർവ്ഡ് ഇൻ സ്റ്റഡീഡ് വിത്തിൻ ഒക്കുപേഷണൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ. ഇത് അതായത് പ്രാക്ടീസ് ഓഫ് സെക്സ് സെഗ്രിഗേഷൻ ഈസ് studied within occupational and economic structure which reflects women entering to a particular kind of profession in the region of any economic reform. അതേപോലെ ഏതൊക്കെ പുരുഷന്മാർ ജോലി ചെയ്യുന്ന എല്ലാ മേഖലകളിലും, അതിപ്പോൾ എക്കണോമിക് കണ്ടീഷൻ ആവട്ടെ, സൊസൈറ്റി മേഖലകളാവട്ടെ, ഇനിയിപ്പോൾ പൊളിറ്റിക്കലി ആവട്ടെ, ഏത് മേഖലകളിലും പുരുഷന്മാരുടെ അതേ തസ്തികകളിൽ തന്നെ സ്ത്രീകളും ജോലി ചെയ്യുന്നു. ഇൻ ദ ലേബർ മാർക്കറ്റ് ദർ ഇസ് എ വൈഡ് ഡിവിഷൻ ഓഫ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ ഇൻ ദ ടേംസ് ഓഫ് ഡിഫറൻഷ്യൽ വേജ്. അതായത് ഈ ലേബർ മാർക്കറ്റ്, തൊഴിലാളികളുടെ ഒരു മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ ദർ ഇസ് എ വൈഡ് ഡിവിഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ, അവിടെ തന്നെയാണ് എന്താണ് ഡിവിഷൻ, തരംതിരിവ് കാണിക്കാറുണ്ട്. ആൻഡ് ദ ടേംസ് ഓഫ് ഡിഫറൻഷ്യൽ ഓഫ് വേജസ്, എന്തിലാണ് അവർ തരംതിരിവ് കാണിക്കുന്നത്? ഡിഫറൻഷ്യൽസ് ഓഫ് വേജസ്, അവരുടെ കൂലി, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കൂലി തമ്മിലൊരു വ്യത്യാസം കാണിക്കാറുണ്ട്. ആൻഡ് വുമൺ വിൽ പ്രൊസീവ് ദ ഡിപ്പെൻഡൻറ്റ് ആസ് ദ employment in considered. For instance, within the family, women have market through the male channel accessing the wages, and majority of women are concentrated in the unrecognized sector. അല്ലേ, അധികം മെജോറിറ്റി സ്ത്രീകളും അൺറെക്കഗ്നൈസ്ഡ് സെക്ടറിൽ, കുറേ അറിയപ്പെടാതെയും കുറേ കാണാതെയും കുറേ ജീവിച്ച് ലോവർ തീരെ കൂലി കുറവായിട്ട് അവരുടെ ജീവിതം തീർന്നു പോയിട്ടുണ്ട്. ദർ ഈസ് സിഗ്രിഗേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ വിത്ത് ദ ലേബർ മാർക്കറ്റ് ഇൻ ദി ഡിവിഷൻ ഓഫ് ടു റൈസിംഗ് സോഷ്യോ എക്കണോമിക് ഇൻസെക്യൂരിറ്റീസ് ഫോർ വുമൺ വർക്കിംഗ് ഇൻ ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ്. പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഇവരുടെ ജോലി ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്താണ്, ആൻഡ് ഇൻസെക്യൂരിറ്റീസ് ആണ് ഫീൽ ചെയ്യുക. ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അല്ലേ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇൻസെക്യൂരിറ്റീസ് എവിടെയാണുള്ളത്? ലേബർ സിറ്റുവേഷൻ. ലേബർ സിറ്റുവേഷനിലാണ് എന്ത് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്. അവർക്ക്
എന്താണ്, സുരക്ഷിതത്വം കുറവാണ്. ചില പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ.